ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പാലക്കാട് നല്ല അടിപൊളി ഉണക്കമീൻ പുള്ളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. അത്ര മാത്രമേ ഇതിൽ ഉപ്പിട്ടിട്ടുള്ളൂ. നമ്മൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ ഉപ്പുള്ളപ്പോൾ നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി വേണമെങ്കിൽ അവസാനം കറിയൊക്കെ ആയതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് അവസാനം ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് അതൊന്ന് മാറി വരുന്ന വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പച്ചമാങ്ങയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വേറെ പുളിയൊന്നുമല്ല, പച്ചമാങ്ങ ആയതുകൊണ്ട് നല്ല പുളി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണക്കപ്പുളിയിൽ ഇടാൻ പോകുന്നത്. അതായത് പച്ചമാങ്ങയൊക്കെ ഇട്ട് ഒന്നും കൂടെ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മൺചട്ടിയിൽ കറികൾ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഈ മൺചട്ടിയിൽ തന്നെ വയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആ മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരും. അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പാനിൽ അമ്മ ഉണക്കമീൻ വറക്കാനും കൂടി ഇടുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈഡ് റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അമ്മയുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാറ്. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. നിങ്ങൾ ഇനി ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കൂടെ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനും മാങ്ങയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ മീനും മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫിഷ് ഫ്രൈ അവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുറുകിയിട്ടാണോ നിങ്ങളുടെ ചാറ് വേണ്ടത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായിട്ടാണ് വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വെക്കാം. അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി എടുത്ത് അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കാവേ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഇതും കൂടെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ഉണക്കമീൻ പുളി.